കഥ തുടരുന്നു. അച്ഛാ, സന്തോഷത്തോടെ പല്ലവി വിളിച്ചു. മകളുടെ ഓരോ ചെയ്തിയും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് വീടിന് പുറകിലെ മുറ്റത്ത് വീൽചെയറിലുണ്ടായിരുന്ന ഗോപിദാസ് തെങ്ങിലേക്ക് നോക്കി. എന്താ മോളെ? ദേ, വിയർപ്പ് തുള്ളികൾ പോലെ കള്ള് പൊടിഞ്ഞു വരുന്നു, അവൾ പറഞ്ഞു. നീ ഇപ്പോൾ കാണുന്നത് നേർത്തുള്ളിയാണ്. ഇനി അത് വാർത്തുള്ളി ആയിക്കഴിഞ്ഞാൽ മാട്ടമിടാം, അയാൾ അറിയിച്ചു. പിന്നെ മിനുക്കിയെ ചെത്താവൂ. അങ്ങനെയാണെങ്കിൽ 3 മാസം വരെ ഒരു കുല ചെത്താം. പല്ലവി തലയാട്ടി. 2 ദിവസങ്ങൾക്ക് ശേഷം വൈകിട്ട് തൈത്തെങ്ങിൽ കയറിയ പല്ലവി മാട്ടമെടുത്ത് ഫൈബർ കുടുക്കയിലേക്ക് ചരിച്ചു. കള്ളിൻ്റെ ഗന്ധം അവിടെ പരന്നു. ഒപ്പം ഇളനീർ പോലെയുള്ള കള്ള് കുടുക്കയിലേക്ക് വീണു. തേറുകൊണ്ട് കൂമ്പ് സൂക്ഷ്മമായി ചെത്തിയിട്ട് പല്ലവി വീണ്ടും അതിൽ മാട്ടം കമിഴ്ത്തി. തെങ്ങിന് ചുറ്റും കുറെ തേനീച്ചകൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. അവയിൽ ഏതാനും ഈച്ചകൾ കള്ളിലും വീണിരുന്നു. അരയിൽ കെട്ടിയുറപ്പിച്ച കത്തിക്കൂടിലേക്ക് തേറ് താഴ്ത്തി വെച്ചിട്ട് കള്ള് പകർന്ന കുടുക്കയുമായി അവൾ ഇറങ്ങി. കള്ളുണ്ടോ മോളെ? ഭാനുമതി അവിടേക്ക് വന്നു. 2 കാണും, അവൾ പറഞ്ഞു. ഒപ്പം കുടുക്ക ഭാനുമതിയെ ഏൽപ്പിച്ചു. അവരുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി. എവിടെ നോക്കട്ടെ? മാധവനും വന്ന് കുടുക്ക വാങ്ങി മണത്ത് നോക്കി. കൊള്ളാം. ഭാനുമതി ഇതിനിടെ അകത്ത് പോയി ഏതാനും ഗ്ലാസുകളും ചായയുടെ അരിപ്പയുമായി വന്നു. പിന്നെ ഗ്ലാസുകളിലേക്ക് കള്ള് അരിച്ചൊഴിച്ചു. അരിപ്പയിൽ ഏതാനും തേനീച്ചകളും ഉറുമ്പുകളും പറ്റിപ്പിടിച്ചു. ആദ്യത്തെ ഗ്ലാസ് എടുത്ത് ഭാനുമതി ഗോപിദാസിനെ നീട്ടി. കുടിച്ചു നോക്കടാ, നിന്റെ മോള് ചെത്തിയ കള്ളല്ലേ? ഗോപിദാസിൻ്റെ കണ്ണുകൾ അറിയാതെ നനഞ്ഞു. വിറപ്പൂണ്ട വിരലുകൾ കൊണ്ട് അയാൾ ഗ്ലാസ് വാങ്ങി. ശേഷം അഭിമാനത്തോടെ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ഒരു കവിൾ അകത്താക്കി. മധുരക്കള്ള്. അന്ന് തെങ്ങിൽ നിന്ന് വീണ ശേഷം താൻ ആദ്യമായാണ് കള്ള് കുടിക്കുന്നതെന്ന് അയാൾ ഓർത്തു. അപ്പോഴേക്ക് ഒരു ഗ്ലാസ് മാധവന് നൽകിയിട്ട് ഭാനുമതി തൻ്റെ ഗ്ലാസ്സിലെ കള്ള് ഒറ്റ വലിക്ക് അകത്താക്കി. പല്ലവി നിർവൃതിയോടെ അത് നോക്കി നിന്നു. വീടിൻ്റെ പകുതി തുറന്ന ജനാലയ്ക്ക് പിന്നിൽ നിന്ന് ദമയന്തിയും മറപ്പുര ഭാർഗവനും ഇത് കാണുന്നുണ്ടായിരുന്നു. ഭാർഗവൻ പെട്ടെന്ന് ഫോണെടുത്ത് ഗൗതത്തിന് കോൾ അയച്ചു. താനിപ്പോൾ കണ്ടത് മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു. ആ സമയത്ത് ഗൗതം വീട്ടിലുണ്ടായിരുന്നു. ദത്തനും. ചന്ദ്രികയുടെ കൈക്കാലുകൾ ഏതാണ്ട് ഭേദമായിരുന്നു. കോൾ കട്ട് ചെയ്തിട്ട് ഗൗതം അച്ഛനമ്മമാരെ നോക്കി. അങ്ങനെ അവൾ ചെത്തി കള്ളും എടുത്തു. അമർഷത്തോടെ അവൻ താൻ അറിഞ്ഞ കാര്യം അവതരിപ്പിച്ചു. ചന്ദ്രികയുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അങ്ങനെ ചെത്തുകാരിയായിട്ട് അവൾ ആ കുടുംബം പുലർത്താമെന്ന് വിചാരിക്കണ്ട. ഞാൻ സമ്മതിക്കില്ല, ചന്ദ്രിക മുരളും പോലെ പറഞ്ഞു. അതിന് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും ചന്ദ്രികയെ? അവളെ തെങ്ങിൽ നിന്ന് വലിച്ച് താഴെയിടുമോ? ദത്തൻ ഭാര്യയെ പരിഹസിച്ചു. ചന്ദ്രികയ്ക്ക് അത് ഇഷ്ടമായില്ല. എന്നെക്കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ആളിനെ വിട്ട് ചെയ്യിക്കും. അതല്ലെങ്കിൽ അവിടെ തന്ത വീണതുപോലെ ചൂണ്ടക്കുളത്തിൽ കുരുങ്ങി വീഴും. ഭർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചന്ദ്രിക തുടർന്നു. ചൂണ്ട വയ്ക്കാൻ വേറെ ആളിനെ തേടേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് അക്കാര്യത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. മുഖത്ത് തുപ്പൽ വീണതുപോലെ ദത്തൻ വിളറി. ഗോപിദാസിനെ വീഴ്ത്തിയതാണ് ചന്ദ്രിക ഓർമ്മപ്പെടുത്തിയതെന്ന് അയാൾക്കറിയാം. ശരിയാണ്, ഗോപിദാസ് തെങ്ങിൽ നിന്ന് വീഴാൻ താനാണ് കാരണക്കാരൻ. അവനോടുള്ള പക കൂടിക്കൂടി വന്നപ്പോൾ തനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഒക്കെയ്ക്കും കാരണക്കാരി തങ്കമായിരുന്നു. ഗോപിദാസുമായി താൻ ചങ്ങാത്തത്തിലായിരുന്നിക്കുന്ന കാലം തൊട്ടേ ഇഷ്ടമായിരുന്നു തനിക്ക് തങ്കത്തെ. ആരോടും ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നില്ല എന്ന് മാത്രം, തങ്കത്തോട് പോലും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത് തങ്കവും ഗോപിയും തമ്മിൽ അടുപ്പമുണ്ടെന്ന്. തനിക്ക് സഹിക്കാൻ കഴിയുമോ? അവരുടെ ബന്ധം തകർക്കാൻ താൻ പല അടവും പ്രയോഗിച്ചു. ഒന്നും നടപ്പായില്ല. അവരുടെ വിവാഹവും നടന്നു. എന്നാലും തങ്കത്തെ മറക്കാൻ തനിക്ക് കഴിയുമായിരുന്നില്ല. അവളെ അടുത്ത് കാണാനും അവസരം കിട്ടിയാൽ തൻ്റെ ആഗ്രഹം നടത്താനും തന്നെയാണ് ചന്ദ്രികയെ വിവാഹം ചെയ്തത്. എന്നാൽ യാതൊരു പ്രലോഭനത്തിലും വീഴുന്നവളായിരുന്നില്ല തങ്കം. പോരെങ്കിൽ ഗോപിദാസ് തന്നെക്കാൾ കരുത്തനും. 2 പ്രസവിച്ചപ്പോഴേക്കും തങ്കത്തിൻ്റെ സൗന്ദര്യം കുറയുകയല്ല, കൂടുകയാണ് ചെയ്തത്. ഒടുങ്ങാത്ത ആവേശമായി അവൾ തൻ്റെ സിരകളിൽ പടരുമ്പോൾ ഗോപിയെ ഒഴിവാക്കുക എന്ന ആശയം മനസ്സിൽ വന്നു. അവൻ മരിച്ചു കഴിഞ്ഞാൽ തങ്കം തൻ്റെ തണലിൽ കഴിയും എന്നായിരുന്നു വിശ്വാസം. അതിന് തന്നെയാണ് ചങ്ങനാശ്ശേരിയിൽ ഗോപി ചെത്തുന്ന തെങ്ങിൽ ചൂണ്ട കയറ്റി വെച്ചതും. പക്ഷേ വിധിയുടെ നിയോഗം എന്നല്ലാതെ എന്ത് പറയാൻ? ഗോപി മരിച്ചില്ല. തങ്കത്തോടുള്ള തൻ്റെ ആവേശം അങ്ങനെ തന്നെ തണുത്തുറഞ്ഞു. എന്താ ഓർത്തു നിൽക്കുന്നത്? പഴയ കാര്യങ്ങളായിരിക്കും. ചന്ദ്രികയുടെ ശബ്ദമാണ് ദത്തനെ ഉണർത്തിയത്. അയാളുടെ മുഖത്ത് ഒരു വിളറിയ ചിരിയുണ്ടായി. തനിക്ക് തങ്കത്തിനെ ഇഷ്ടമായിരുന്നു എന്ന കാര്യം ചന്ദ്രികയ്ക്ക് അറിയാം. ഗോപിദാസ് വീണപ്പോൾ തൻ്റെ സഹോദരന് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ദുഃഖം ചന്ദ്രികയ്ക്ക് ഉണ്ടായിരുന്നില്ല. പകരം തങ്കത്തിൻ്റെ ജീവിതം താളം തെറ്റുമെന്ന സന്തോഷമായിരുന്നു. ചന്ദ്രിക പിന്നെയും പറഞ്ഞു. നിങ്ങളിങ്ങനെ വടി പോലെ നിൽക്കാതെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മുടെ മോനെ വേണ്ടെന്ന് പറഞ്ഞവൾ 3 നേരം മൂക്കുമുട്ട തിന്നു കൊഴുത്ത് നടക്കുക. അങ്ങനെ നടന്നുകൂടാ. അപ്പോൾ ഗൗതം ഇടപെട്ടു. അതിനിപ്പോൾ അച്ഛൻ പറഞ്ഞാൽ അവൾ ചെത്താൻ പോകാതിരിക്കുമോ? ചന്ദ്രിക മകനെ രൂക്ഷമായി ഒന്ന് നോക്കി. നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് എനിക്കറിയാം. ഒരു പെണ്ണിനെ കറക്കിയെടുക്കാൻ പറ്റാത്തവൻ. ഞാൻ സംസാരിക്കുന്നത് നിൻ്റെ അച്ഛനോടാ. ദത്തേട്ടാ, ഈ ഭൂമിയിലുള്ള ആര് പറഞ്ഞാലും പല്ലവി അനുസരിക്കത്തില്ല. പക്ഷേ അവൾക്ക് ഈ ജോലി ചെയ്യണമെങ്കിൽ കള്ളു വാങ്ങാൻ ആൾ വേണ്ടേ? വേണം, ദത്ത സമ്മതിച്ചു. എങ്കിൽ നിങ്ങൾ ആ ദേവസ്യയെ ഒന്ന് വിളിക്കേ. അയാളുടെ ഷാപ്പിൽ അവളുടെ കള്ളെടുക്കരുതെന്ന് പറ. അല്ലെങ്കിൽ അവൾക്ക് തെങ്ങ് പാട്ടത്തിനെടുത്ത് നൽകരുതെന്ന് പറ. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ദേവസ്യയുടെ മുന്നിൽ ഞാൻ ചെറുതാകത്തില്ലേ? എൻ്റെ വില ഇടിയത്തില്ലേ? ദത്തൻ പരുങ്ങി. ഓ, അല്ലേ നിങ്ങൾക്ക് ഭയങ്കര വിലയാ.
കാണുമ്പോൾ മുതലാളിന്ന് വിളിച്ച ആളുകൾ പല്ലിളിക്കുമെങ്കിലും നിങ്ങളില്ലാത്തപ്പോൾ അവന്മാരെ ഒക്കെ എന്താ പറയുന്നതെന്ന് അറിയാമോ? അല്പനെന്ന്, അർദ്ധരാത്രിയിൽ കൂടെ പിടിക്കുന്നവനെന്ന്. ആ, നിങ്ങൾ ദേവസ്യയെ വിളിക്ക്. അതൊരു കൽപ്പന സമ്മാനമായിരുന്നു. ദത്തൻ നിസ്സഹായനായി ഗൗതത്തെ നോക്കി. അവൻ നിന്ന് ചിരിക്കുകയാണ്. വിളിക്കാൻ. ചന്ദ്രിക ടീപ്പോയിലിരുന്ന ഫോൺ എടുത്ത് ദത്തനെ നീട്ടി. മനസ്സില്ലായ്മയോടെ അയാൾ അത് വാങ്ങി. തുടർന്ന് ദേവസ്യയ്ക്ക് കോൾ അയച്ചു. സ്പീക്കറിലിട്. ചന്ദ്രികയുടെ അടുത്ത നിർദ്ദേശം. ദത്തൻ അപ്രകാരം ചെയ്തു. അപ്പുറത്ത് ബെൽ മുഴങ്ങുന്നത് കേട്ടു. അത് അവസാനിക്കാറായപ്പോഴാണ് അറ്റൻഡ് ചെയ്തത്. ഹലോ, ദേവസ്യയുടെ ശബ്ദം. ഞാനാടോ ദത്തൻ. ദത്തൻ പറഞ്ഞു. ഓ മുതലാളിയോ, എന്താ പതിവില്ലാതെ ഒരു വിളി? അത് പറയാം. അതിനു മുമ്പ് മറ്റൊന്ന്. എന്നെപ്പോലെ തന്നെ താനും ഒരു മുതലാളിയാ, അത് മറക്കണ്ട. ഞാനൊക്കെ എന്ത് മുതലാളി? ദേവസ്യ ചിരിച്ചു. അതുപോലെയാണോ ദത്തൻ മുതലാളി? അത് വിട്. ഞാനൊരു കാര്യം പറഞ്ഞു, അത് നേരാണോ എന്നറിയാനാ ഇപ്പോൾ തന്നെ വിളിച്ചത്. മുതലാളി ചോദിച്ചോ? എൻ്റെ അളിയൻ്റെ മോള് പല്ലവി തനിക്ക് വേണ്ടി തെങ്ങ് ചെത്താൻ പോകുന്നതെന്ന് കേട്ടു. സത്യമോ മുതലാളി? ആദ്യം ഞാനും അമ്പരന്ന് പോയി. പക്ഷേ അവൾ ചെത്തിയ ഒരു ഗ്ലാസ് കള്ള് എനിക്ക് കൊടുത്തു വിട്ടു കുറച്ച് മുമ്പ്. ഗോപിദാസ് പണ്ട് ചെത്തിക്കൊണ്ട് വന്നിരുന്ന കള്ളിൻ്റെ രുചിയാ എനിക്കപ്പോൾ ഓർമ്മ വന്നത്. ദേവസ്യയുടെ ശബ്ദത്തിൽ ആഹ്ലാദം തിങ്ങി. അവളെ പുകഴ്ത്താനല്ല ഞാനിപ്പോൾ തന്നെ വിളിച്ചത്. അവളുടെ കള്ള് തൻ്റെ ഷാപ്പിൽ വിൽക്കരുതെന്ന് പറയാനാ, ദത്തൻ പറഞ്ഞു. ദേവസ്യ ഞെട്ടിയെന്ന് വ്യക്തം. മുതലാളി എന്താ പറഞ്ഞത്? പറഞ്ഞതിന് മാറ്റമൊന്നുമില്ല. തനിക്ക് പുതിയ ചെത്തുകാരെ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. അതല്ല കള്ള് മതിയെങ്കിൽ അതും അങ്ങെത്തിക്കാം. ഏതായാലും പല്ലവി തനിക്ക് വേണ്ടി ചെത്താൻ പാടില്ല, മനസ്സിലായോ? ദത്തൻ്റെ ശബ്ദം മുറുകി. അപ്പുറത്ത് മൗനം. ചന്ദ്രികയുടെ മുഖത്ത് ആഹ്ലാദം. താൻ എന്തൊന്നും മിണ്ടാത്തത്? ദത്തൻ ഫോണിലേക്ക് തുറിച്ചു നോക്കി. മുതലാളി ക്ഷമിക്കണം. മുതലാളി കൊടുത്തുവിടുന്ന കള്ള് ഈ ഷാപ്പിൽ ആരെങ്കിലും കുടിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം പണ്ട് മുതലാളി ഉണ്ടാക്കിയിരുന്ന വ്യാജ കള്ളിനെക്കുറിച്ച് ഇവിടെ എല്ലാവർക്കും ഇപ്പോഴും ഓർമ്മയുണ്ട്. ദത്തൻ്റെ മുഖം കറുത്തു. മറുതലയ്ക്കിൽ നിന്ന് ദേവസ്യയുടെ ശബ്ദം പിന്നെയും കേട്ടു. പല്ലവിയുടെ കാര്യം ഞാൻ യൂണിയൻകാരുമായി സംസാരിച്ചു. ഗോപിദാസിൻ്റെ മകളായ കാരണത്താൽ അവർക്കാർക്കും എതിർപ്പില്ല. എതിർക്കാൻ നമ്മുടെ അബ്കാരി നിയമം അനുവദിക്കുന്നുമില്ലല്ലോ. മാത്രമല്ല പുരുഷന്മാർ മാത്രമേ തെങ്ങു ചെത്താവൂ എന്ന നിയമത്തിൽ ഒരിടത്തും പറയുന്നുമില്ല. ഇതെല്ലാം തിരക്കി അറിഞ്ഞിട്ടാണ് ഞാൻ പല്ലവിക്കും ഗോപിദാസിനും വാക്കു കൊടുത്തതും പല്ലവി തെങ്ങ് ചെത്ത് പഠിച്ചതും. ഇനിയിപ്പോൾ എനിക്ക് ആ കുട്ടിയോട് പറ്റില്ലെന്ന് പറയാനാവില്ല, ദേവസ്യ പറഞ്ഞു നിർത്തി. അപ്പോൾ ഞാൻ പറഞ്ഞാലും താൻ അനുസരിക്കത്തില്ലേ? ദത്തൻ പല്ലു ഞെരിച്ചു. മുതലാളി എന്നല്ല, ആര് പറഞ്ഞാലും എൻ്റെ മറുപടി ഇത് തന്നെയായിരിക്കും. എന്നെ പിണക്കുന്നത് ശരിയാണോ എന്ന് താൻ ഒന്നുകൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഓ, അങ്ങനെ ചിന്തിച്ച് കളയാനും മാത്രം സമയം എനിക്കില്ല. പിന്നെ ഇത് അമിച്ചകരിയല്ല, ഒന്നാം കരയാണ്. മുതലാളിയും അതൊന്ന് ഓർത്തേക്കണേ. വാക്കുകൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന ഭീഷണി ദത്തന് ബോധ്യമായി. അപ്പോൾ ഞാൻ വച്ചേക്കുവാണേ. ദേവസ്യയുടെ ശബ്ദത്തോടൊപ്പം കോൾ മുറിഞ്ഞു. ദത്തൻ്റെ ദേഷ്യം മുഴുവൻ ഭാര്യയോടായിരുന്നു. എന്നെ നാണം കെടുത്തിയപ്പോൾ നിനക്ക് തൃപ്തിയായല്ലോ അല്ലേടി? ചീറിക്കൊണ്ട് അയാൾ തൻ്റെ ഫോൺ തറയിലേക്ക് ആഞ്ഞെറിഞ്ഞു. അത് നടുവേ പിളർന്ന് തെറിച്ചുപോയി. ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന ഭാവത്തിൽ ഗൗതവും അവിടെ നിന്ന് മാറി. ദേവസ്യ നിങ്ങളെ നാണം കെടുത്തിയില്ലെങ്കിൽ അതിന് പകരം ചോദിക്കേണ്ടത് അയാളോടാ. ചന്ദ്രികയ്ക്ക് യാതൊരു കൂസലുമില്ല. 1-2 ദിവസത്തിൽ കൂടുതൽ പല്ലവി ദേവസ്യയുടെ ഷാപ്പിൽ കള്ള് അളക്കത്തില്ല. അതിന് എന്തു വേണമെന്ന് എനിക്കറിയാം. ദത്തൻ മുണ്ട് മടക്കി കുത്തി. ചന്ദ്രിക ചിരിച്ചു. നിങ്ങളങ്ങനെ ആണുങ്ങളെപ്പോലെ പെരുമാറ്. അമിച്ച കരയും ഒന്നാം കരയും നിങ്ങൾക്ക് ഒരുപോലെയാണെന്ന് കാണിച്ചു കൊടുക്ക്, അവൾ ദത്തനെ പ്രോത്സാഹിപ്പിച്ചു. എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ ദത്തൻ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി. വൈകിട്ട് കടയിൽ ചെന്നിരുന്ന പല്ലവി കണക്കുകൂട്ടി. 3 നേരം ചെത്താൻ പോകുന്ന സമയങ്ങളിൽ കട അടച്ചിടുക, ബാക്കി നേരങ്ങളിൽ മാത്രം തുറന്ന് പ്രവർത്തിക്കുക. അങ്ങനെയാണെങ്കിലും ഒരു ചെറിയ വരുമാനം ലഭിക്കാതിരിക്കില്ല. പെട്ടെന്ന് ഫോൺ ഇരമ്പി. അവൾ എടുത്തു നോക്കി. ഷാപ്പ് ലൈസൻസി ദേവസ്യാണ്. വേഗം കോൾ അറ്റൻഡ് ചെയ്തു. എന്താ ചായ? അല്പം മുമ്പ് ദത്തൻ എന്നെ വിളിച്ചിരുന്നു. പല്ലവിയുടെ നെറ്റി ചുളിഞ്ഞു. അങ്കിൾ എന്ത് പറഞ്ഞു? പല്ലവി ഇന്ന് കള്ള് ചെത്തിയതും വീട്ടിലെല്ലാവർക്കും കൊടുത്തതും അടക്കം എല്ലാം അയാൾ അറിഞ്ഞിട്ടുണ്ട്. ഭാർഗവൻ ചേട്ടനായിരിക്കും പറഞ്ഞത്. എന്നിട്ട്? പല്ലവിയുടെ കാതുകൾ ജാഗരൂകമായി. ദത്തൻ പറഞ്ഞതെല്ലാം ദേവസ്യ അവളെ പറഞ്ഞു കേൾപ്പിച്ചു. പല്ലവി മിണ്ടാതെയിരുന്നു. ദേവസ്യ തുടർന്നു. ഏതായാലും പല്ലവി കള്ളെടുത്ത കാര്യം എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞത് നന്നായി. ആ കള്ള് ഞാനും കുടിച്ചെന്ന് അയാളെ അറിയിച്ചത്. പല്ലവി ദീർഘമായി നിശ്വസിച്ചു. ആ ഭീഷണി കേട്ടപ്പോൾ അച്ചായൻ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും മറ്റുമില്ലല്ലോ. അച്ചായനിലാണ് എൻ്റെ പ്രതീക്ഷ. അപ്പുറത്ത് ദേവസ്യയുടെ ചിരി കേട്ടു. എനിക്ക് ഒരച്ഛനേ ഉള്ളൂ പല്ലവി. ഒരുത്തൻ്റെ ഓലപ്പാമ്പ് കാണിച്ചുള്ള ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് വിലപ്പോവില്ല. പല്ലവിക്ക് ആശ്വാസമായി. എങ്കിലും പറഞ്ഞു. വല്ലാത്ത സ്വഭാവക്കാരനെ അങ്കിള്. അച്ചായനൊന്ന് സൂക്ഷിക്കണം. അതൊക്കെ എനിക്ക് വിട്ടേരും മോളെ. ഞാൻ ഈ കളരിയിൽ തന്നെയല്ലേ പയറ്റിത്തെറിഞ്ഞത്. പിന്നെ ഈ ആഴ്ച തന്നെ ഞാൻ തെങ്ങുകൾ പാട്ടത്തിനെടുത്ത് തരും. ഈ സമീപ പ്രദേശങ്ങളിൽ തന്നെ. പോരെ? അത് മതി അച്ചായ. അപ്പോൾ ഞാൻ വിളിക്കാം. ദേവസ്യ ഫോൺ കട്ട് ചെയ്തു. തൻ്റെ ഫോൺ കൈവെള്ളയിൽ വെച്ച് മെല്ലെ തട്ടിക്കൊണ്ട് അവൾ എന്തോ ചിന്തിച്ചിരുന്നു. അപ്പോഴേക്കും ബാലു വന്നു. അവൾ കട അടച്ചിട്ട് അവൻ്റെ ഒപ്പം വീട്ടിലേക്ക് പോയി. അവിടെ വെച്ച് എല്ലാവരും കേൾക്കെ ദത്തൻ്റെ ഭീഷണിയെക്കുറിച്ച് ദേവസ്യ പറഞ്ഞ കാര്യം അവൾ അവതരിപ്പിച്ചു. ദുഷ്ടനാവൻ. ഭാനുമതി പല്ലു ഞെരിച്ചു. എന്തായാലും നമ്മൾ സൂക്ഷിക്കണം, ഭാനുമതി പറഞ്ഞു.
പല്ലവി ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഷാപ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു. 10 മണി കഴിഞ്ഞാണ് ദേവസ്യ ഷാപ്പ് പൂട്ടിയത്. അനന്തരം തൻ്റെ ചെത്തുകാരായ 5 പേരെയും വിളിച്ച് രഹസ്യമായി എന്തോ പറഞ്ഞു. തലയാട്ടിക്കൊണ്ട് അവർ പുറത്തിറങ്ങി ആർക്കോ ഫോൺ ചെയ്ത ശേഷം അവിടെ നിന്ന് പോകുകയും ചെയ്തു. പണമടങ്ങിയ ബാഗ് ബൈക്കിൻ്റെ ടാങ്കിന് മീതെയുള്ള കവറിൽ വെച്ചിട്ട് ദേവസ്യ തൻ്റെ ഹീറോ ഹോണ്ട ബൈക്കിൽ കയറി. AC റോഡിൻ്റെ കരയിൽ ഒരു കലുങ്കിൽ മരത്തിനിടയിൽ ഇരിക്കുകയായിരുന്ന ഒരാൾ പെട്ടെന്ന് ഫോൺ എടുത്ത് ആർക്കോ കോൾ അയച്ചു. ദേവസ്യ ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് ബൈക്ക് വിട്ടു. റോഡിൽ തിരക്ക് കുറവായിരുന്നു. രാമങ്കരി ടൈറ്റാനിക് പാലത്തിനടുത്താണ് അയാളുടെ വീട്. ഇടത്തേക്ക് തിരിഞ്ഞ് ബൈക്ക് പാലത്തിലേക്ക് കയറി. അടുത്ത നിമിഷം പിന്നിലൊരു വാഹനത്തിൻ്റെ ലൈറ്റുകൾ തെളിഞ്ഞു. റിവ്യൂ മീറ്ററിലൂടെ ആ വെളിച്ചം ദേവസ്യയുടെ മുഖത്തടിച്ചു. മിററിലൂടെ തന്നെ അയാൾ പിറകിലേക്ക് ശ്രദ്ധിച്ചു. അതൊരു ജീപ്പാണെന്ന് മനസ്സിലായി. അയാൾ ആക്സിലേറ്റർ തിരിച്ച് ബൈക്കിൻ്റെ വേഗത വർദ്ധിപ്പിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ പെട്ടെന്ന് കണ്ടു മുന്നിൽ പാലത്തിലൊരു ജീപ്പ് കൂടി കുറുകെ കിടക്കുന്നു. അതിൽ നിന്നിറങ്ങിയവരാവണം 4 പേർ ജീപ്പിൽ ചാരി നിൽപ്പുണ്ട്. ദേവസ്യ അവർക്ക് 10 അടി മുന്നിൽ ബൈക്ക് നിർത്തി. എന്താടോ രാത്രിയിൽ ഇങ്ങനെ ഒരു നിൽപ്പ്? കണ്ടിട്ട് വഴിതടയൽ സമരം പോലെ തോന്നുന്നുണ്ടല്ലോ. അയാൾ ചിരിയോടെ ബൈക്ക് ഒന്നുകൂടി റേസ് ചെയ്തു. മുന്നിൽ നിൽക്കുന്നവരെ വ്യക്തമായി കണ്ടു. തീർത്തും അപരിചിതർ. പാൻറ്റും ഷർട്ടുമാണ് വേഷം. അച്ചായൻ അങ്ങനെ തോന്നിയെങ്കിൽ ഞങ്ങളായിട്ട് തിരുത്താനൊന്നും പോകുന്നില്ല. കൂട്ടത്തിൽ നേതാവ് എന്ന് തോന്നിയ ആൾ പല്ലിളിച്ചു. ഒപ്പം 4 പേരുടെയും കൈകൾ ജീപ്പിൻ്റെ ടോപ്പിലേക്ക് ഉയരുന്നത് ദേവസ്യ കണ്ടു. ടാർപ്പാളിന് മുകളിൽ നിന്ന് അവർ കുറുവടികൾ വലിച്ചെടുത്തു. കൊട്ടേഷനാ അല്ലയോടാ പിള്ളേരെ? ദേവസ്യ പതറിയില്ല. അതിപ്പം അച്ചായൻ ഏത് പേരിൽ പറഞ്ഞാലും സംഗതി അങ്ങനെയൊക്കെ തന്നെയാ, നേതാവ് പിന്നെയും പറഞ്ഞു. അപ്പോഴേക്കും ബൈക്കിന് പിന്നിൽ പിറകെയുള്ള ജീപ്പും വന്ന് ബ്രേക്കിട്ടു. ദേവസ്യ പിന്തിരിഞ്ഞു നോക്കിയിട്ട് വീണ്ടും നോട്ടം മാറ്റി. അതിനിടയിൽ ആ ജീപ്പിൽ നിന്നും 4 പേർ കൂടി ഇറങ്ങുന്നത് അയാൾ കണ്ടിരുന്നു. അപ്പോഴെങ്ങനെ കാര്യങ്ങൾ? എൻ്റെ ഷാപ്പിലെ ഇന്നത്തെ കളക്ഷൻ അങ്ങോട്ട് തന്നാൽ തീരുന്നതേയുള്ളൂ വിഷയം. അതോ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര കാണോ ചായ? അതിൻ്റെ 10 ഇരട്ടി നേരത്തെ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. നേതാവ് 2 അടി മുന്നോട്ട് നീങ്ങി. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ പിള്ളേരെ, കൊട്ടേഷൻ എടുത്തിരിക്കുന്നത് എന്നെ കൊല്ലാനാണോ അതോ? കൊല്ലാൻ പറഞ്ഞിട്ടില്ല ചായ. പക്ഷേ ഇനി അച്ചായൻ എഴുന്നേറ്റ് നടക്കുകയോ ആ ഷാപ്പ് നടത്തുകയോ ചെയ്യത്തില്ല. ഇരുഭാഗത്തു നിന്നും ബൈക്കിന് നേരെ അടുക്കുകയാണ് ആ സംഘം. അതെന്താ അങ്ങനെ? ദത്തൻ മുതലാളി അങ്ങനെ ഒരു ഔദാര്യം കാണിക്കുന്നത്? ദേവസ്യയുടെ ചോദ്യം കേട്ട് ഗുണ്ടകൾ പരസ്പരം നോക്കി. മറുപടി ഉണ്ടായില്ല. ഇരുഭാഗത്തു നിന്നും ഗുണ്ടകൾ വടികൊണ്ട് അടിക്കാൻ പറ്റുന്ന അകലത്തിലെത്തി. അടുത്ത സെക്കൻഡ് ദേവസ്യ തൻ്റെ വലത് കൈയുടെ 2 വിരലുകൾ മടക്കി നാവിനിടയിലേക്ക് കയറ്റി ഒന്ന് ചൂള പിടിച്ചു. പെട്ടെന്ന് 2 ജീപ്പുകൾക്ക് അരികിൽ നിന്നും എന്തോ തകർന്നു വീണതുപോലെയുള്ള ഭയങ്കര ശബ്ദം. അത് അപ്രതീക്ഷിതമായിരുന്നു. ഗുണ്ടകൾ ഞെട്ടിത്തിരിഞ്ഞു. അവർ കാണുന്നത് തങ്ങളുടെ ജീപ്പുകളുടെ ഫ്രണ്ട് ഗ്ലാസുകൾ ചിതറി വീഴുന്നതാണ്. എടാ, ഗുണ്ട നേതാവ് ഗർജിച്ചു. മിണ്ടരുത്. അപ്പോഴേക്കും ജീപ്പുകളുടെ അപ്പുറത്തു നിന്നും ഏതാണ്ട് 15ഓളം വരുന്ന ആളുകൾ വെളിച്ചത്തിലേക്ക് വന്നു. അവരുടെ കൈകളിൽ കുറുവടികൾ മാത്രമല്ല വടിവാളും തേറുകളും ഉണ്ടായിരുന്നു. ദേവസ്യയുടെ ഷാപ്പിലെ ചെത്തുകാരും അവരുടെ സുഹൃത്തുക്കളുമായിരുന്നു ആ സംഘം. ഞങ്ങൾക്ക് തെങ്ങ് ചത്ത മാത്രമല്ല അറിയാവുന്നത്, വേറെ പലതും അറിയാം. ആ സംഘം ഗുണ്ടകളെ വളഞ്ഞ് എതിർത്തു നിന്നാൽ തങ്ങൾ പരാജയപ്പെടുമെന്ന് ഗുണ്ടകൾക്ക് ബോധ്യമായി. ദേവസ്യ ചായനെ തല്ലുന്നില്ലേ? തല്ലടാ, ചെത്തുകാരിൽ ഒരാൾ പറഞ്ഞു. ഗുണ്ടകൾ അനങ്ങിയില്ല. ഏതായാലും ഡീസൽ കത്തിച്ച് ഇവിടെ വരെ വന്നതല്ലേ നിങ്ങൾ? ഒന്നും തരാതെ വിട്ടാൽ ശരിയാവത്തില്ല. ഒരാൾ പറഞ്ഞതും ചുറ്റും നിന്ന് അടിത്തുടങ്ങി. ഗുണ്ടകൾ ചിതറി റോഡിന് ഇരുവശത്തേക്കും ഓടി. ജീപ്പുകൾ മാത്രം ബാക്കിയായി. ദേവസ്യയുടെ നിർദ്ദേശാനുസരണം ജീപ്പുകൾ മുഖാമുഖം വരത്തക്ക വിധം അവർ സ്റ്റാർട്ട് ചെയ്തു നിർത്തി. അവയുടെ കീ ജീപ്പുകളിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരാൾ ജീപ്പുകളിൽ ഒരെണ്ണം മുന്നോട്ടെടുത്ത് മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകത്തക്ക വിധത്തിൽ രണ്ടാമത്തെ ജീപ്പിൻ്റെ ബമ്പറിൽ കൊണ്ട് ഇടിച്ചു നിർത്തി. പൊട്ടി അടർന്നിരുന്ന അവയുടെ ചില്ലുകൾ കുറച്ച് ബോണറ്റുകളിലേക്കും ബാക്കി റോഡിലും ചിതറി വീണു. ഇപ്പോൾ കണ്ടാൽ അതൊരു ആക്സിഡൻറ്റിനാണെന്നേ തോന്നുമായിരുന്നുള്ളൂ. ഇനി അവയുടെ കീ എടുത്ത് പാടത്തേക്ക് വലിച്ചെറിഞ്ഞേരെ, ദേവസ്യ നിർദ്ദേശിച്ചു. രാത്രിയിൽ ആരും കാണാതെ പെട്ടെന്ന് ഇതെടുത്തോണ്ട് ഒരുത്തനും പോകണ്ട. ദേവസ്യയുടെ സഹായികൾ അപ്രകാരം ചെയ്തു. ഇവിടെ വെച്ച് ഇങ്ങനെയൊരു അറ്റാക്ക് ഉണ്ടാകുമെന്ന് അച്ചായൻ എങ്ങനെ അറിഞ്ഞു? ഒരാൾ അത്ഭുതത്തോടെ തിരക്കി. രാത്രിയിൽ ഞാൻ വീട്ടിലേക്ക് വരുമ്പോഴല്ലേ അവർക്ക് ആക്രമിക്കാൻ കഴിയൂ. അതിന് പറ്റിയ സ്ഥലം ഇതാണല്ലോ. പിന്നെ ഇന്ന് തന്നെ ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് സത്യം. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ അച്ചായൻ വിട്ടോ, ഞങ്ങൾ വന്ന വണ്ടികൾ പാലത്തിന് ഇരുവശത്തും ഇരിപ്പുണ്ട്, അവരിൽ ഒരാൾ പറഞ്ഞു. ദേവസ്യ ബൈക്ക് മെല്ലെ മുമ്പോട്ടെടുത്തു. അമിച്ചക്കരി തൻ്റെ ഷാപ്പിൽ അപ്പോഴും കാത്തിരിക്കുകയായിരുന്നു ദത്തൻ. ദേവസ്യയ്ക്ക് പണി കൊടുത്തിട്ട് വരുന്ന തൻ്റെ ആളുകളെ ഒന്ന് സൽക്കരിക്കണമെന്ന് അയാൾ തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ട വിഭവങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുമുണ്ട്. ദത്തൻ ഇടയ്ക്കിടെ വാച്ച് നോക്കി. അങ്ങോട്ട് ഫോണിൽ വിളിക്കേണ്ട എന്നായിരുന്നു തീരുമാനം. കാരണം താൻ അയച്ചിരിക്കുന്നവർ തല്ലാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്ന ടീമാണ്. നാളെ ഒരു വിഷമമുണ്ടായാൽ താൻ പിടിക്കപ്പെട്ടുകൂടാ. അല്പസമയം കൂടിക്കഴിഞ്ഞപ്പോൾ ദത്തൻ്റെ ഫോൺ ശബ്ദിച്ചു. അയാൾ എടുത്തു നോക്കി. ആ മുഖം വികസിച്ചു. കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഫോൺ കാതിൽ ചേർത്തു. അവനെ ശരിയാക്കിയോടാ? കാര്യം നടന്നില്ല മുതലാളി. അയാൾ എങ്ങനെയോ വിവരം അറിഞ്ഞിരുന്നുവെന്ന് വ്യക്തം. അപ്പുറത്തു നിന്ന് പറഞ്ഞതെല്ലാം ദത്തൻ മൂളിക്കേട്ടു. അയാളുടെ പല്ലുകൾ ഞമരുകയും മുഖം കല്ലിച്ചു വരികയും ചെയ്തു.
അപ്പോൾ ജീപ്പുകൾ അവിടെ തന്നെ കിടക്കുകയാണോടാ? ആണ് മുതലാളി. പെട്ടെന്ന് അത് അവിടെ നിന്ന് മാറ്റണം. ശരി മുതലാളി. എന്നാൽ അരമണിക്കൂറിന് ശേഷം നേരത്തെ വിളിച്ച ആൾ പിന്നെയും വിളിച്ചു. മുതലാളി, 2 ജീപ്പിൻ്റെയും താക്കോലുകൾ കാണുന്നില്ല. തൊലഞ്ഞു പോകാൻ വയറുകൾ വലിച്ചു പറിച്ച് കൂട്ടിപ്പിരിച്ച് സ്റ്റാർട്ട് ചെയ്യടാ. ശരി. കോൾ മുറിഞ്ഞു. ഗുണ്ടകൾ അതിനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ പെട്ടെന്ന് കണ്ടു, സൈറൻ ഇട്ടുകൊണ്ട് ഒരു പോലീസ് ജീപ്പ് പാഞ്ഞു വരുന്നു. മാറിക്കോടാ, ഗുണ്ട നേതാവ് കൽപ്പിച്ചു. ആ സംഘം പെട്ടെന്ന് ഇരുളിലേക്ക് മാറി പാലത്തിൻ്റെ അടിയിൽ ഒളിച്ചു. പോലീസ് ജീപ്പ് അവിടെ വന്നു നിന്നു. നെടുമുടി സ്റ്റേഷൻ ഹൗസ് ഓഫീസറും ഏതാനും പോലീസുകാരും ചാടിയിറങ്ങി. ടോർച്ചുകളുടെ വെളിച്ചത്തിൽ ജീപ്പിന് അകവും പുറവും പരിശോധിച്ചു. കൂട്ടിയിടി നടന്നതാണെന്ന് ഉറപ്പ്. പക്ഷേ സീറ്റിലോ പ്ലാറ്റ്ഫോമിലോ ഒന്നും രക്തക്കറ കാണാനില്ല. ആർക്കും മുറിവുകളുണ്ടായതായി തോന്നുന്നില്ല, SHO പറഞ്ഞു. SI ഉടൻ ജീപ്പിൻ്റെ നമ്പറുകൾ നോക്കിയിട്ട് അത് മൊബൈലിൽ സെർച്ച് ചെയ്തു. പിന്നെ ചുളിഞ്ഞ നെറ്റിയോടെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് നേരെ തിരിഞ്ഞു. സാറേ, ജീപ്പ് രണ്ടും അമിച്ചക്കരിയിലുള്ളതാ, ഒരു ദത്തൻ്റെ പേരിലുള്ളത്. പെട്ടെന്ന് SHOയുടെ കണ്ണുകൾ ചുരുങ്ങി. ദത്തൻ? ആ സ്ത്രീ പീഡനക്കാരൻ്റെ തന്തയല്ലേ അത്? അബ്കാരി? അതെ എന്ന് തോന്നുന്നു, SI സമ്മതിച്ചു. വിളിക്കുക അയാളെ. SI ദത്തൻ്റെ ഫോൺ നമ്പർ കണ്ടെത്തി അതിലേക്ക് വിളിച്ചു. തൻ്റെ ഗുണ്ടകളുടെ കോൾ പ്രതീക്ഷിച്ചിരുന്ന ദത്തൻ ആദ്യത്തെ ബെല്ലിന് ഫോൺ എടുത്തു. SI അത് സ്പീക്കറിലിട്ടു. മറ്റുള്ളവർ കാതു കൂർപ്പിച്ചു. ഹലോ, ആരാ? ദത്തൻ്റെ ചോദ്യം. അത് ശരി, നിങ്ങളൊരു കോൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നില്ലേ? എന്നിട്ടെന്താ ഇങ്ങനെ ഒരു ചോദ്യം? തിരക്കിയത് SHOയാണ്. അല്ല, ഞാൻ അപ്പുറത്തെ പരങ്ങൾ കേട്ട് നിന്നവരെല്ലാം തിരിച്ചറിഞ്ഞു. SI ജീപ്പിൻ്റെ നമ്പറുകൾ പറഞ്ഞു. ഇവ രണ്ടും തൻ്റേതല്ലേ? അതെ സാർ. ആ ജീപ്പുകൾ ഇപ്പോൾ എവിടെയാണ്? എൻ്റെ വീട്ടിലുണ്ട് സാർ. അല്ല, നിങ്ങളാരെന്ന് പറഞ്ഞില്ല? അതൊക്കെ വഴിയേ പറഞ്ഞു തരാം. ഉടൻ തന്നെ നിങ്ങൾ ആ 2 ജീപ്പുകളുടെയുമായി നെടുമുടി പോലീസ് സ്റ്റേഷനിൽ എത്തണം. ശിരസിൽ ഒരു ബോംബ് പതിച്ചതുപോലെ ദത്തൻ കിടുങ്ങി. എങ്കിലും അറിയിച്ചു. സാർ, ഈ രാത്രിയിൽ ഞാനാണെങ്കിൽ സുഖമില്ലാതിരിക്കുകയാ. ഇന്നിനി ഡ്രൈവർമാരെ കിട്ടത്തുമില്ല. അവന്മാരൊക്കെ ഷാപ്പിൽ നിന്ന് അടിച്ച് ഫിറ്റായി പോയിരിക്കുകയാ. ഓക്കെ, SHO സമ്മതിച്ചു. എങ്കിൽ നാളെ രാവിലെ 9 മണിക്ക് നിങ്ങളും ജീപ്പുകളും സ്റ്റേഷൻ മുറ്റത്തുണ്ടായിരിക്കണം. ശരി സാർ, അയാൾ സമ്മതിച്ചു. എന്നാൽ തൻ്റെ ജീപ്പുകളെക്കുറിച്ച് പോലീസ് ഇടയായ കാരണം മാത്രം ദത്തന് മനസ്സിലായില്ല. താനയച്ച ഗുണ്ടകളെ വിളിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് ദത്തൻ അല്പനേരം കൂടിയിരിക്കുമ്പോൾ ഗുണ്ടകളിൽ ഒരാളുടെ വിളി വന്നു. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തെളിയുന്നത് താനയച്ച ഗുണ്ടകളിൽ ഒരാളുടെ നമ്പറാണെന്ന് കണ്ടതും ദത്തന് കലിയിളകി. എടാ നാശം പിടിച്ചവന്മാരെ, അവിടെ എന്തൊക്കെയാടാ നടക്കുന്നത്? നീയൊക്കെ ആർക്ക് വായിക്കരി ഇട്ടോണ്ടിരിക്കുകയാടാ? ഒന്നും പറയണ്ട മുതലാളി, അപ്പുറത്തു നിന്ന് പതിഞ്ഞ ശബ്ദം കേട്ടു. എങ്ങനെയാണ് എന്നറിയത്തില്ല, ഞങ്ങൾ വയർ വലിച്ചു പറിച്ച് വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യാൻ ഭാവിക്കുമ്പോഴേക്കും ഇവിടെ പോലീസ് വന്നു. ദത്തൻ നടുങ്ങി. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് പോലീസ് തനിക്ക് ഫോൺ ചെയ്തത്. താനാണെങ്കിൽ ജീപ്പുകൾ രണ്ടും ഇവിടെ ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അതും പൊല്ലപ്പായി. ദത്തൻ്റെ ചിന്തയെ മുറിച്ചുകൊണ്ട് വീണ്ടും ഫോണിൽ ശബ്ദം കേട്ടു. മുതലാളി, വന്നടാ, വേഗം വണ്ടികളുമായി ഇങ്ങുവാ. രാത്രി കൊണ്ട് ഏത് വർക്ക്ഷോപ്പ് തുറപ്പിച്ചിട്ടായാലും സ്പെയർ പാർട്സ് കടകൾ കുത്തിപ്പൊളിച്ചിട്ടായാലും ഗ്ലാസുകൾ മാറ്റി രാവിലെ തന്നെ ജീപ്പുകൾ സ്റ്റേഷനിൽ എത്തിക്കാമെന്നായിരുന്നു ദത്തൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഗുണ്ടയുടെ നാവിൽ നിന്ന് വന്ന ശബ്ദം പിന്നെയും അയാളെ തളർത്തി. അത് പറ്റത്തില്ല മുതലാളി. 2 പോലീസുകാരെ ഇവിടെ കാവൽ നിർത്തിയിട്ടാണ് ആ CIയും കൂട്ടരും പോയത്. ശിരസിലൊരു പ്രഹരമേറ്റ അവസ്ഥയായി ദത്തന്. ഇനി താൻ കണക്ക് കൂട്ടുന്നത് പോലെ കാര്യങ്ങൾ നീങ്ങില്ല. തന്നെ ആക്രമിക്കുവാൻ വന്ന ജീപ്പുകൾ പരസ്പരം കൂട്ടിയിടിച്ചതാണെന്നും എല്ലാത്തിനും പിന്നിൽ ദത്തനാണെന്നും ദേവസ്യ ഒരു പരാതി കൂടി കൊടുത്താൽ തീർന്നു. നിങ്ങളെവിടെയാണ് നിൽക്കുന്നത്? ദത്തൻ ഫോണിലൂടെ തിരക്കി. പാടത്തിന് വരുമ്പത്താ മുതലാളി, ഗുണ്ട പറഞ്ഞു. എങ്കിൽ എത്രയും വേഗം പോലീസ് കാണാതെ അവിടെ നിന്ന് മാറിക്കോ. പിന്നെ തൽക്കാലം ഇങ്ങോട്ട് വരണ്ട. അയ്യോ, വണ്ടിയില്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യും മുതലാളി? AC റോഡിൽ ഇറങ്ങി നിന്ന് വല്ല ലോറിക്കോ മറ്റോ കൈ കാണിക്കേ, എന്നിട്ട് ആലപ്പുഴ പോയി ഇറങ്ങ്. മറുപടിക്ക് കാക്കാതെ ദത്തൻ കോൾ മുറിച്ചു. ആ രാത്രി അയാൾ ഉറങ്ങിയില്ല. ഭാര്യ ചോദിച്ചിട്ടൊന്നും പറഞ്ഞുമില്ല. അവളാണ് തന്നെ ഇതിലേക്ക് ചാടിച്ചതെന്ന് ദത്തനറിയാം. പക്ഷേ അക്കാര്യം പറഞ്ഞാൽ രാത്രി തന്നെ പിന്നെയും വഴക്കുണ്ടാകും. അടുത്ത ദിവസം അതിരാവിലെ ദത്തൻ ഗൗതത്തെയും കൂട്ടി ആലപ്പുഴയിലെത്തി. അവിടുത്തെ ഒരു പാർട്ടി നേതാവിനെ കാണുകയായിരുന്നു ലക്ഷ്യം. പാർട്ടിയുടെ മറവിൽ തടിച്ചു കൊടുത്ത കക്ഷിയാണ്. മയക്കുമരുന്ന്, ഭൂമി കച്ചവടത്തിൻ്റെ ഇടനില തുടങ്ങി ഒരുപാട് പദ്ധതികളുണ്ടായിരുന്നു അയാൾക്ക്. പേര് സത്യനേശൻ. കഴിഞ്ഞ വർഷം വരെ ആലപ്പുഴയിൽ എന്ത് പാർട്ടി പരിപാടി നടത്തുന്നതിൻ്റെയും പ്രധാനിയായിരുന്നു സത്യനേശൻ. വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് അസംബ്ലിയിലേക്ക് മത്സരിക്കും എന്നുവരെ കേട്ടിരുന്നു. പക്ഷേ ഓച്ചിറയിൽ വെച്ച് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി കയറ്റി വന്ന സത്യനേശൻ്റെ ഉടമസ്ഥതയുള്ള ലോറി രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പിടികൂടി. മുകളിൽ പച്ചക്കറികളും അടിയിൽ 1000 കിലോയോളം കഞ്ചാവും കണ്ടെടുക്കപ്പെട്ടു. ലോറി താൻ പോലീസിന് നൽകിയതാണ് എന്നുള്ള സത്യനേശൻ്റെ വാദം പൊളിഞ്ഞു. അതോടെ പാർട്ടിക്ക് അയാളെ സഹായിക്കുവാൻ പറ്റാത്ത അവസ്ഥയായി. സത്യനേശനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതൊരു താൽക്കാലിക നീക്കം മാത്രമാണെന്ന് എതിർകക്ഷികൾ വാദിക്കുന്നുണ്ട്. കുറച്ചുനാൾ കഴിയുമ്പോൾ സത്യനേശൻ പൂർവാധികം ശക്തിയോടെ രംഗത്തെത്തിയേക്കാം. ഏതായാലും ഇന്നും ആലപ്പുഴ ജില്ലയിൽ സത്യനേശൻ്റെ വേരോട്ടത്തിന് കാര്യമായ ക്ഷതമൊന്നുമില്ല. ഗൗതമും ദത്തനും
മുല്ലയ്ക്കലെ സത്യനേശൻ്റെ ഗേറ്റിന് മുന്നിൽ കാർ നിർത്തുമ്പോൾ ഗേറ്റ് തുറന്നിട്ടേയില്ല. ഗൗതം ഒന്ന് ഫോൺ മുഴക്കി. മുറ്റമടിച്ചുകൊണ്ടിരുന്ന ഒരു ജോലിക്കാരി തലയുയർത്തി നോക്കി. പിന്നെ ഗേറ്റിലേക്ക് വന്നു. എന്താ? അവർ ചൂലിൻ്റെ ചൂടുഭാഗം ഇടം കൈ വെള്ളയിൽ ഇടിച്ചുകൊണ്ട് തിരക്കി. സത്യനേശൻ സാറിനെ കാണാൻ വന്നതാ, ദത്തൻ അറിയിച്ചു. എന്തോ പിറുപിറുത്തുകൊണ്ട് ജോലിക്കാരി തിരിഞ്ഞു. തുടർന്ന് താക്കോൽ എടുത്തുകൊണ്ടുവന്ന് ഗേറ്റ് മലർക്കെ തുറന്നു. ഗൗതം കാറകത്തേക്ക് കയറ്റിയ ഉടൻ ഗേറ്റ് അടയ്ക്കുകയും ചെയ്തു. 2 നിലകളിൽ തീർത്ത വലിയൊരു കെട്ടിടമായിരുന്നു മുന്നിൽ. പോർച്ചിന് പുറത്ത് ഗൗതം കാർ നിർത്തി. അച്ഛനും മകനും ഇറങ്ങി. അങ്ങോട്ട് കയറിയിരുന്നോ? ജോലിക്കാരി സിറ്റൗട്ടിലേക്ക് കൈ ചൂണ്ടി. സാറ് വന്നോളൂ. ഒന്നും പറയാതെ ഇരുവരും സിറ്റൗട്ടിൽ കിടന്നിരുന്ന കസാരകളിൽ ഇരുന്നു. അന്ന് പ്രഭാതത്തിലെ 4 പത്രങ്ങൾ നിവർക്കാതെ ടീപ്പോയിൽ അടുക്കി വെച്ചിരുന്നു. ഇരുവരും ഓരോന്നെടുത്തു. സമയം കടന്നുപോയി. പത്രമാകെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് ദത്തൻ അസ്വസ്ഥതയോടെ വാച്ച് നോക്കി. സമയം 7:30. തങ്ങൾ 6:45 വന്നതാണ്. ആരെങ്കിലും വീട്ടിൽ വന്നാൽ ഇത്രയും നേരം കാത്തിരിപ്പിക്കുന്നത് ശരിയാണോ? പക്ഷേ ആവശ്യക്കാർ തങ്ങളായി പോയതുകൊണ്ട് അയാൾ ദേഷ്യം കടിച്ചമർത്തി. പിന്നെയും 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. ദത്തനും ഗൗതവും അങ്ങോട്ട് നോക്കി. വെളുത്ത മുണ്ടാണ് ആദ്യം കണ്ണിൽപ്പെട്ടത്. അതിനു മുകളിൽ കുടവയറിനെ മൂടിയ ബനിയൻ. അവരുടെ കണ്ണുകൾ മുകളിലേക്ക് എറിഞ്ഞു. പറ്റെ വെട്ടിയ പാതി നിറച്ച താടിയും മുടിയുമുള്ള ഒരു കുറുകിയ മനുഷ്യൻ. ചുവന്ന വട്ടക്കണ്ണുകളും അല്പം പിരിച്ചു വച്ചിരിക്കുന്ന മീശയും കഴുത്തിലും കയ്യിലും കട്ടിച്ചെയിനുകൾ. ഇരുവരും പെട്ടെന്ന് എഴുന്നേറ്റു. ആരാ? പാറകൾ കൂട്ടിയുരസും പോലെയുള്ള ശബ്ദത്തിൽ അയാൾ തിരക്കി. മുഖത്ത് പുഞ്ചിരിയുടെ നേർത്ത ഭാവം പോലുമില്ല. ദത്തൻ സ്വയം പരിചയപ്പെടുത്തി. സത്യനേശൻ കനപ്പിച്ചു മൂളി. ഇരിക്കേ. അവർ ഇരുന്നു. എതിരെ അയാളും. സത്യനേശൻ വീടിനുള്ളിലേക്ക് നോട്ടം അയച്ചു. ഉഷേ. അകത്തുനിന്ന് മറുപടി കേട്ടില്ലെങ്കിലും 1/2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ട്രേയിൽ 3 കപ്പ് ചായയുമായി ഒരു സ്ത്രീ വന്നു. മധുരം ഉപയോഗിക്കുമല്ലോ അല്ലേ? അവർ ദത്തനെയും ഗൗതത്തെയും നോക്കി. ഓ. ഇരുവരും തലയാട്ടി. ഇവിടെ സാർ ഉപയോഗിക്കത്തില്ല. അവർ സത്യനേശന് ഒരു കപ്പ് പ്രത്യേകം എടുത്തു നൽകി. പിന്നെ ഗൗതത്തിനും ദത്തനും. ചായ കഴിക്കുന്നതിനിടയിൽ സത്യനേശൻ ദത്തനിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ പറഞ്ഞു. നെടുമുടി SHO ആൻ്റണി മറ്റേ പാർട്ടിക്കാരനാ. ഞാനുമായി പണ്ടൊന്നുടക്കിയിട്ടുണ്ട്. അവനിവിടെ SI ആയിട്ട് ഇരിക്കുമ്പോൾ. അത് പോട്ടെ, ജീപ്പുകൾ രണ്ടും നിങ്ങളുടേതല്ലേ? അതെ. ദത്തൻ തലയാട്ടി. അതിൽ നിന്ന് സ്പിരിറ്റോ അങ്ങനെ എന്തെങ്കിലുമോ കണ്ടെടുത്തിട്ടുണ്ടോ? ഇല്ല. സത്യനേശൻ അമർത്തി മൂളി. അപ്പോൾ പിന്നെ നിങ്ങളെ ഒന്നും ചെയ്യാൻ അയാൾക്ക് കഴിയില്ല. പിന്നെ ഒരു ചോദ്യം അവിടെ വരുന്നത് ആ സമയത്ത് നിങ്ങളുടെ ജീപ്പുകൾ അവിടെ എന്തിനു മുഖാമുഖം വന്നു എന്നുള്ളതാണ്. ആക്സിഡൻറ്റ് നടന്നിട്ടും പോലീസിൽ അറിയിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇതുകൂടാതെ ജീപ്പുകൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്ന് കള്ളവും പറഞ്ഞു. അതിൽ നിന്ന് പോലീസിന് ന്യായമായ ചില സംശയങ്ങളുണ്ടാവാം. ജീപ്പിൽ പുറത്തു പറയുവാൻ പറ്റാത്ത എന്തോ ഉണ്ടായിരുന്നു എന്ന്. അത് മാറ്റാൻ വേണ്ടിയാണ് നിങ്ങൾ കള്ളം പറഞ്ഞതെന്ന്. സത്യൻ ചായക്കപ്പ് ടീപ്പോയിൽ വെച്ചു. അയ്യോ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല സാർ. ആ ദേവസിയെ അടിക്കാൻ പോയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ദത്തൻ പെട്ടെന്ന് അറിയിച്ചു. ആയിരിക്കാം, ഞാനും അങ്ങനെ വിശ്വസിക്കാം. പക്ഷേ ഒരു വിഷയം ഉണ്ടാകാതെ ഇത് അവസാനിപ്പിച്ചാൽ എനിക്ക് എന്തു പ്രയോജനം? നിങ്ങൾ സ്റ്റേഷനിലേക്ക് പോകേണ്ടതായി പോലും വരില്ല. സത്യനേശൻ ഒരു പത്രമെടുത്ത് അതിൻ്റെ തലക്കെട്ടുകൾ ശ്രദ്ധിച്ചു. ദത്തനും ഗൗതവും പരസ്പരം നോക്കി. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് സാർ പറഞ്ഞാൽ മതി. ദത്തൻ സമ്മതിച്ചു. ഓക്കെ, എങ്കിലൊന്ന് 1,00,000 അതെനിക്ക് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ തന്നെ എനിക്ക് ചീത്തപ്പേരാ. ഞാനായിട്ട് ഇനി അത് മാറ്റാനും പോകുന്നില്ല. ഇപ്പോൾ മാത്രം സത്യനേശൻ ഒന്ന് ചിരിച്ചു. 1,00,000 അത് കുറച്ച് കൂടുതലല്ലേ സാറേ? ചോദിച്ചത് ഗൗതമാണ്. അതെ, കൂടുതലാണ്. സത്യനേശൻ എഴുന്നേറ്റു. എങ്കിൽ നിങ്ങൾ വേറെ മാർഗം നോക്കിക്കോ. അയാൾ അകത്തേക്ക് പോകാൻ ഭാവിച്ചു. ഞാൻ പണം തരാം സാറേ, ദത്തൻ പെട്ടെന്ന് പറഞ്ഞു. സത്യനേശൻ വീണ്ടും കസേരയിലിരുന്നു. എൻ്റെ ജോലിക്കാരുടെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി. അയാൾ അക്കൗണ്ട് നമ്പറും IFSC കോഡും മറ്റും പറഞ്ഞു കൊടുത്തു. ഗൗതം അപ്പോൾ തന്നെ 1,00,000 രൂപ ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. കഥ തുടരും.